ഓരോ പുതിയ വർഷവും നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ. പക്ഷേ പല തീരുമാനങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കാറില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല തീരുമാനങ്ങളും നമ്മൾ ഡിസംബർ 31 എടുക്കും. പക്ഷേ ജനുവരി ആദ്യ ആഴ്ചകൾ കഴിയുമ്പോൾ പലതും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയാറില്ല. അപ്പോൾ എങ്ങനെ നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് ശരിയായ രീതിയിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പുതിയൊരു മാറ്റത്തിലേക്ക് നയിക്കാം? നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടി ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ചെടി നട്ട ശേഷം പിന്നീട് അതിന് പരിചരണം കൊടുക്കാതിരുന്നാൽ അത് കരിഞ്ഞു പോവുകയല്ലോ. അതുപോലെയാണ് നമ്മുടെ തീരുമാനങ്ങളും. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിന് വെള്ളവും വളവും കൊടുത്ത് ആ തീരുമാനങ്ങളെ ശക്തിപ്പെടുത്താൻ, പുഷ്ടിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പല മേഖലകളിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം, മാറ്റത്തിൻ്റെ തീരുമാനങ്ങൾ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ വർഷവും പുരോഗതിയിലേക്ക്, അപ്ഡേഷനിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ശീലങ്ങളുടെ കാര്യത്തിൽ ഒരു മാറ്റത്തിൻ്റെ തീരുമാനമാകാം, നമ്മളുടെ ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ മാറ്റത്തിൻ്റെ തീരുമാനമാകാം, ബിസിനസ്സിലാകാം, ജോലിയിലാകാം, കുടുംബ ജീവിതത്തിലാകാം, ആധ്യാത്മിക ജീവിതത്തിലാകാം, ആരോഗ്യകാര്യത്തിലാകാം, ശാരീരിക ആരോഗ്യ കാര്യത്തിലാകാം. ഈ മേഖലകളിലെല്ലാം പുരോഗതിയിലേക്ക് നമ്മൾക്ക് കുറവുള്ള മേഖലകളിൽ ആ തീരുമാനങ്ങൾ ഉറപ്പിക്കാം. ഓരോ ആഴ്ചകൾക്ക് ശേഷവും ആ തീരുമാനങ്ങൾ എത്രത്തോളം നമ്മൾ പാലിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ഫീഡ്ബാക്ക് എടുത്ത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതുവഴിയായിട്ട് അതിനെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളെ നമുക്ക് മനസ്സിലാക്കാം, അത് പരിഹരിക്കാൻ ശ്രമിക്കാം. അങ്ങനെ 2025 നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളുടെ വിവിധ മേഖലകളിൽ മാറ്റത്തിൻ്റെ, പുരോഗതിയുടെ ഒരു വർഷമായി തീരട്ടെ. അതിന് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ 2025.